ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലം LGSനെ കുറിച്ചാണ്. കൊല്ലം LGSൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ്, പിന്നെ അഡ്വൈസ് ഡീറ്റെയിൽസ്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ കാറ്റഗറിയിലാണ് സപ്ലി ലിസ്റ്റിൽ നിന്നിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ പഴയ LGS ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ജനറൽ കാറ്റഗറിയിലെ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് എന്ത് റാങ്ക് ഇതുവരെ വിളിച്ചിട്ടില്ല, ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്ക് എത്രമാത്രം അഡ്വൈസുകൾ, സ്വന്തം റാങ്കിനേക്കാൾ എത്ര കൂടുതൽ അഡ്വൈസ് പോയാലാണ് അവരുടെ റാങ്ക് വിളിക്കുക എന്നുള്ളത്, എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റേജ് 1 വരുന്ന എക്സാം ആയിരുന്നു കൊല്ലം ജില്ലയുടേത്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 69 മുതൽ 73 വരെയാണ്. ഒരു മോഡറേറ്റ് എക്സാം ആയിരുന്നു. ഭയങ്കര ഈസി അല്ല, ഭയങ്കര ടഫ് അല്ലായിരുന്നു. അതുപോലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 70.33 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്. അതേസമയം ആ റാങ്ക് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ 601 പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചിരുന്നത്. അതിന് തൊട്ട് മുന്നേലത്തെ വർഷത്തിൽ ടോട്ടൽ അഡ്വൈസ് 613 ആയിരുന്നു പോയത് കൊല്ലം ജില്ലയിൽ. അത് വെച്ചിട്ടാണ് മെയിൻ ലിസ്റ്റിൽ അത്രയും പേര് ഉൾക്കൊള്ളിച്ചത്. ഒരു ചുരുങ്ങുന്ന മെയിൻ ലിസ്റ്റായിരുന്നു വരുന്നതെന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ LGSൻ്റെ ടൈമിൽ വന്നത്. ഇനിയും അങ്ങോട്ടുള്ള ചെറിയ ചുരുക്കം, ഇനി ആനുപാതികമായി ഓരോ വർഷങ്ങളിലും എത്രമാത്രം വേക്കൻസികൾ പോകുന്നു അതിനനുസരിച്ചുള്ള ലിസ്റ്റായിരിക്കും ഇനിയുള്ള LGSൽ വരുവാൻ പോകുന്നത്. അതിൽ നമുക്ക് ഇതുവരെയുള്ള LGSലെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. കൊല്ലം ജില്ലയിൽ ടോട്ടൽ ഇതുവരെ 488 അഡ്വൈസാണ് പോയത്. 2024 നവംബർ വരെ റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഇത്രയും അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അതിൽ മെയിൽ കാറ്റഗറിയിൽ 390 വരെയും ഫീമെയിലിൽ 388 വരെയുമാണ് പോയിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഈഴവ എന്ന് പറയുന്നത് ഇപ്പോഴും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈഴവ കാറ്റഗറിക്ക് SC ST സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് എല്ലാ ജില്ലകളിലെയും പോലെ പോകുന്നത്. അതേപോലെ തന്നെ മുസ്ലിം, OBC, വിശ്വകർമ്മ ഇവയെല്ലാം മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സപ്ലൈ ലിസ്റ്റിൽ നിന്ന് പോകുന്നത് LC സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിഖ് നട അതും സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദു നട സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. SCCC അത് സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ്. ധീരവേ സപ്ലൈ ലിസ്റ്റിലാണ്. അത് വെച്ച് നോക്കുകയാണ് എങ്കിൽ കൊല്ലം ജില്ലയിൽ ഈഴവ, മുസ്ലിം, OBC, വിശ്വകർമ്മ ഈ കാറ്റഗറികൾ ഒഴിച്ച് ബാക്കി എല്ലാ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം കൊല്ലം ജില്ലയിൽ താരതമ്യേന നല്ല രീതിയിൽ അഡ്വൈസ് നടക്കുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് സപ്ലൈ ലിസ്റ്റ് ഉൾപ്പെടാൻ ചെറിയ ചാൻസുകളുള്ള ജില്ലയാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. അതേസമയം ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ച് ടോട്ടൽ 488 അഡ്വൈസ് പോയപ്പോൾ ഓപ്പൺ കാറ്റഗറി 390 വരെ പോയിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ റാങ്കിനെക്കാട്ടി ഒരു 100ഓളം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആയെങ്കിൽ മാത്രമേ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്ക് അഡ്വൈസ് ലഭിക്കുകയുള്ളൂ. ഇനി ഒരു 10 വേക്കൻസിയോളം, ഞാനൊരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്, കഴിഞ്ഞ LGS ലിസ്റ്റിലുള്ളതാണ്. ഇനി ഏകദേശം ഒരു 10 വേക്കൻസി കൂടെ റിപ്പോർട്ടിലായാലേ എനിക്ക് ആ പോസ്റ്റിലേക്കുള്ള അഡ്വൈസ് കിട്ടത്തുള്ളൂ. അന്നേരം ഇനി അത് എത്ര നാളെടുക്കും, എത്ര സമയമെടുക്കും, ഇൻ കേസ് അഡ്വൈസ് ആയാൽ തന്നെയും ആ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കാൻ കുറച്ച് സമയമെടുക്കും. അതിനും ഏകദേശം ഇനിയും ഒരു 2-3 മാസം നമ്മൾ അതിനായി പ്രതീക്ഷിക്കുന്നു. കൊല്ലം ജില്ലയിലെ ആവറേജ് വേക്കൻസി റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ജനുവരിയിൽ 9, ഫെബ്രുവരി 13, മാർച്ചിൽ 15, ഏപ്രിൽ 11, മെയ്യിൽ 10, ജൂണിൽ 15, ജൂലൈ 7, ഓഗസ്റ്റിൽ 16, സെപ്റ്റംബറിൽ 7, ഒക്ടോബറിൽ 10, നവംബർ 11. ഏകദേശം ഇങ്ങനെയാണ് വേക്കൻസികൾ റിപ്പോർട്ടഡ് ആയിരിക്കുന്നത്. ഇതേപോലെ വേക്കൻസി റിപ്പോർട്ടഡ് ആവാൻ വർക്കിംഗ് ഗ്രൂപ്പ് വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക കാര്യമാണ്. അതുമാത്രമല്ല, NJDകൾ കണ്ടെത്തുക, ഡിലീഷൻ ഉള്ളത് നേരത്തെ ഡിലീഷൻ മേടിക്കുക, അതൊക്കെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് മൂവ് ആവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യിക്കുന്ന വേക്കൻസികൾ അബോളിഷായി പോകുന്ന അവസ്ഥയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്രയും വേക്കൻസികൾ കൊല്ലം ജില്ലയിൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ളത്. ഏകദേശം ഒരു മാസം 11 വേക്കൻസികളോളമാണ് കൊല്ലം ജില്ലയിൽ റിപ്പോർട്ടഡ് ആവുന്നത്. അതുകൊണ്ടാണ് ഏകദേശം 488 അഡ്വൈസ് കൊല്ലം ജില്ലയിൽ പോയിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലിസ്റ്റിൽ വന്നിട്ടും കാര്യമില്ല, പെട്ടെന്ന് ജോലി കയറാനും ജോലി ഉറപ്പിക്കാനും നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട കാര്യവുമുണ്ട്. മാക്സിമം NJD കണ്ടുപിടിക്കുക, അതേപോലെ ഡിലീഷൻ ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ഡിലീഷന് കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും എന്തെങ്കിലും വേക്കൻസി ഒഴിവുകളുണ്ടോ എന്ന് വർക്കിംഗ് ഗ്രൂപ്പ് വഴി കണ്ടെത്തി PSC റിപ്പോർട്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ എഫക്റ്റീവായിട്ട് ചെയ്താൽ നമുക്ക് വേക്കൻസികൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യിക്കാനും അഡ്വൈസ് തോനെയും പോകാനും സഹായിക്കും. അതിനാൽ ലിസ്റ്റ് വരുന്ന മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നേരം എന്നത്തെയും പോലെ അഡ്വൈസ് ലഭിക്കും വരെയും പഠിച്ചുകൊണ്ടേയിരിക്കുക. 10th പ്രിലിമിനറി നന്നായി അറ്റൻഡ് ചെയ്യുക.